പാലായുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ ഇടാവുന്നല്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പാലായുടെ ബലം ഒരു പുതിയ അധ്യായം ആരംഭിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെയാണ് പാലായിൽ ഇത്രയും വലിയൊരു പോരാട്ടം പാർട്ടി കാഴ്ചവെച്ചത്. അതിൽ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും എന്നോടൊപ്പം നിന്നു. അതിലുപരി പാർട്ടി ഒന്നടങ്കം എനിക്ക് നൽകിയ പിന്തുണ, അതുപോലെ സംഘം എനിക്ക് നൽകിയ പിന്തുണ, പൊതുസമൂഹത്തിൽ നിന്നും യുവാക്കൾക്കിടയിൽ നിന്നും സ്ത്രീകൾക്കിടയിൽ നിന്നും എനിക്ക് കിട്ടിയ പിന്തുണ, അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. നല്ല ഒരു റിസൾട്ട്, അഭിമാനിക്കാൻ കഴിയുന്ന റിസൾട്ട് നാളെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നാളെ രാജ്യത്തിനൊപ്പം നാളെ മുതൽ പാല വളരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഞാൻ പറയാം, പാലായിൽ ഇപ്പോൾ 14 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോളിൽ പാല ഉണ്ട്. പക്ഷേ എക്സിറ്റ് പോളിനെ പാലായെ സംബന്ധിച്ചിടത്തോളം പാലയുടെ ഒരു പ്രത്യേകത, പാലായിൽ എനിക്ക് വോട്ട് ചെയ്ത ആളുകൾ ആരും എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്നവരല്ല. നിഷ്പക്ഷ വോട്ടർമാരാണ് കൂടുതൽ നമ്മളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അവർ LDFിനും UDFിനും ഒക്കെ വോട്ട് ചെയ്തവരാണ്. പാലായിലെ വോട്ടർമാരുടെ ഈ കമൻറ്റുകളെടുത്ത് പരിശോധിച്ചാൽ 26% കമൻറ്റ് ചെയ്തിട്ടില്ല. ആ 26% കമൻറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് വളരെ ഒരു ഹിഡൻ പൊളിറ്റിക്സ് ഉണ്ട്. ആ ഹിഡൻ പൊളിറ്റിക്സാണ് അവരുടെ മനസ്സിലുള്ള ആ രാഷ്ട്രീയം അവർ പുറത്ത് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. ആ രാഷ്ട്രീയം ഇപ്രാവശ്യം പാലായിൽ BJPയുടെ പോകണം. ഞാനിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് 22 ദിവസമായി. 22 ദിവസമാണ്. ഞാൻ ഒരു ദിവസം വേളാങ്കണ്ണിക്ക് പോയത് മാത്രമല്ല. ഞാൻ പാലായിൽ നിന്ന് മാറിയത് ഒറ്റ ദിവസമുള്ളൂ. ബാക്കി 20 ദിവസം ഉണ്ടായിരുന്നു. 100 കണക്കിന് കല്യാണങ്ങൾ കൂടി, 100 കണക്കിന് മരണങ്ങളിൽ പങ്കെടുത്തു. ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് അതിഭീകരമാണ്. അപ്പോൾ അതെനിക്കറിയാം, നമുക്ക് വോട്ട് ചെയ്ത ആളുകളും വോട്ട് ചെയ്യാത്ത ആളുകളും നമ്മളോട് ഇടപെടുന്നത് എങ്ങനെയാണെന്നറിയാം. ഞാൻ പറഞ്ഞില്ല, ഇത്രയും പരിപാടികൾക്ക് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അമ്മമാർ എന്നെ ഭയങ്കര ടെൻഷനിലാണ്. എന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യം എന്നോട് ചോദിക്കുന്നത്, ഷോൺ എന്നെ ഇങ്ങനെ നടക്കുന്നത്, ഞങ്ങൾക്കൊന്നും ഇവിടെ സമാധാനമില്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ രാമപുരത്തൊരു അമ്മ, പ്രായമായ ഒരു അമ്മച്ചിയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും 7 മുതൽ 8 വരെ ഭജനയാണ്. എന്നിട്ട് അതിലേ പോകുന്ന പാർട്ടിക്കാരെല്ലാം പിടിച്ചു നിർത്തും. നീ ഇത് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഭാഗം നമ്മുടെ കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു വലിയ പിന്തുണ, അതൊക്കെ ഒത്തിരി സന്തോഷമാണ്. ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയൊരു വലിയ പിന്തുണ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിക്കാൻ എനിക്ക് കിട്ടിയൊരു വലിയ ആത്മവിശ്വാസമാണ്.